ഇസ്ലാമിക ആദർശവും മര്യാദയും മക്കൾക്കും ആ രീതിയിൽ വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ മക്കൾ മദ്രസയിൽ വരുമ്പോ പെൺകുട്ടികളൊക്കെ കൃത്യമായിട്ട് മഫ്തയിരിക്കുന്ന ഒരു കുട്ടിയാണ് നിൽക്കുക. ആ കുട്ടി മദ്രസയിൽ എത്തുമ്പോഴാണ് ആ മഫ്ത തിരിച്ചു പോകുമ്പോൾ ആ കുട്ടി ബാഗിലെടുത്ത് വെക്കുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ ആവശ്യമില്ല എങ്കിലും ശരി, പുറത്തിറങ്ങുമ്പോൾ ഇത് ആവശ്യമില്ല, ഇത് മദ്രസയിൽ മാത്രമാണ് ആവശ്യം എന്നൊരു കുട്ടി തിരിച്ചറിയുന്നുവെങ്കിൽ അത് തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടുകളിൽ നിന്ന് പള്ളികളിലേക്കും മതപഠന കേന്ദ്രങ്ങളിലേക്കും ഒരു ഇസ്ലാമിക വസ്ത്രം ധരിച്ചാണ് പോകുന്നത് എങ്കിൽ, മറ്റുള്ള സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴോ അല്ലാത്ത സമയത്തോ മറ്റൊരു വസ്ത്രധാരണ രീതിയാണ് എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന അധ്യാപനം അതാണ്. അപ്പൊ മക്കൾ വളർന്നു വരുന്നത് ആ രൂപത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ പരിശീലിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വീട് എങ്ങനെ സമ്പന്നമാക്കാം, ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടതാക്കാം എന്നുള്ളതിന് നമ്മൾ അതനുസരിച്ച് വളരുക എന്നുള്ളതാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനസ് റളിയല്ലാഹു തആല അൻഹു 10 വർഷക്കാലം ജീവിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് റസൂലിൽ നിന്നും അപമര്യാദയായി പോയിക്കൊണ്ട് ഒരു വാക്കുപോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കുമ്പോൾ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കളികളിലും മറ്റും മുഴുകി മറന്നു പോയിട്ടുണ്ട് എങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എനിക്കിഷ്ടപ്പെട്ട രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ വളർത്തി എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ മക്കളെ വളർത്തിയെടുക്കുന്ന രംഗത്ത് നമുക്ക് കൃത്യമായ ബോധവും ബോധ്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കുന്നില്ല. അതോടൊപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്, അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അനുവർത്തിച്ച കുറെ സംഗതികളുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ളതാണ്. പടച്ചവനെ, ചെറുപ്പത്തിൽ ഒരു കുട്ടിയോട്, ജനിച്ചിരിക്കുന്ന കുട്ടിയോട് മാതാപിതാക്കൾ കാണിക്കുന്ന താല്പര്യവും ശ്രദ്ധയും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടല്ലോ, അത് ഏറ്റു വളർന്നവരാണ് മക്കൾ. അതുപോലെ ശ്രദ്ധയോടുകൂടെ കാഴ്ചപ്പാടോടുകൂടെ അവരെ വളർത്തിക്കൊണ്ടുവരുവാനും അവരെ ശ്രദ്ധിക്കുവാനും ഉള്ള ഒരു കഴിവ് എനിക്ക് നീ പ്രദാനം ചെയ്യണം, അവർക്ക് നീ കാരുണ്യം വർഷിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥന അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോ റസൂലിനേക്കാൾ 15 വയസ്സ് പ്രായം അധികമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക്. അവരുടെ മരണശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വല്ലതും ഉണ്ടെങ്കിൽ, അധികമായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികൾക്കൊക്കെ നൽകിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വഇൻ കാന ലയദ്ബഹു ശാത്ത ഫയുഹ്ദി ഫീ ഖലാഇലിഹ എന്നാണ്. വല്ല ആടിനെയും അറുക്കുകയാണ് എങ്കിൽ അത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു എന്നാണ്. അത് പിതാക്കന്മാരുടെയും കൂട്ടുകാരെ ആദരിക്കുക എന്ന് പറയുന്ന അധ്യായത്തിന്റെ ഭാഗം ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ചുറ്റും നമ്മുടെ പിതാക്കന്മാരോടൊപ്പം വളർന്ന അവരുടെ കൂട്ടുകാരികൾ, അതേപോലെ തന്നെ മാതാവിന്റെ കൂട്ടുകാരികൾ, അവരെയൊക്കെ നമ്മുടെ മാതാക്കളുടെയും പിതാക്കളുടെയും സ്ഥാനത്ത് കാണുകയും അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ആരെയൊക്കെ എങ്ങനെയൊക്കെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെയൊക്കെ നാടുകളിലുള്ള നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പലപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് ആശങ്കയിലാണ്. പലരും വിളിച്ച് പറയും, ഒന്നുമില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ അത് മതി എന്ന് പറയുന്ന ആളുകൾ. ചെറിയൊരു ആശങ്ക നമുക്ക് ഉണ്ടായപ്പോഴത്തേക്ക് നമ്മേക്കാൾ എത്രയോ അവർക്ക് ആശങ്കയാണ്, നാട്ടിലുള്ളവർക്ക് ഭയമാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള താല്പര്യം നമുക്ക് അവരോട്. അപ്പൊ ആ ഒരു ചിന്താഗതി നമ്മുടെ അടുക്കലുണ്ടാവും. മനി എന്ന് പറയുന്ന മുസ്ലിയ എന്ന ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. ഇപ്പോ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര അങ്ങോട്ട് തിരിഞ്ഞില്ല ആരാണെന്ന് എനിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് അവരുടെ മറുപടി കേൾക്കുക, ഞാൻ ഇന്ന ആളാണ്. ഇപ്പോ ആ വർത്തമാനത്തിൽ നിന്ന് ആളെ ബോധ്യപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, താങ്കള് ജസാമത്തുൽ മുസ്ലിയ അല്ല, ഹസ്സാനത്തുൽ മുസ്ലിയയാണ്. റസൂൽ ഹസ്സാന എന്ന് പറഞ്ഞിട്ട് ഇന്ന് അവരെ പുകഴ്ത്തുകയാണ്, നല്ല വാക്ക് പ്രയോഗിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞു അവരെ നല്ല രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കുകയാണ്. അപ്പൊ യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷം സഹാബത്തിൽ ചിലർ ചോദിക്കുന്നുണ്ട്, ആരാണ് അവർ? അപ്പോ റസൂൽ പറഞ്ഞ മറുപടി, ഈമാൻ കൊണ്ട് സമ്പന്നയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് ഖദീജയുടെ കാലഘട്ടത്തിൽ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ ആളുകൾക്ക് വരാൻ സാധിക്കണം. വരുന്ന ആളുകളെ സ്വീകരിക്കുവാനോ അവർക്ക് നല്ലത് കൊടുക്കാനോ നമുക്ക് സാധിക്കണം. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, പക്ഷെ അതൊക്കെ ലഘൂകരിക്കുവാനും പരിഹരിക്കുവാനും പങ്കുവെക്കാനും സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ആയിഷ, നിനക്ക് ദേഷ്യം പിടിക്കുന്നത് എനിക്കറിയാം, അതെങ്ങനെയാണ്? ഇപ്പോ റസൂൽ പറഞ്ഞു, എന്നോട് കലിപ്പിലാണ് എങ്കിൽ നീ പറയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ എന്നോട് ദേഷ്യമൊന്നുമില്ലാത്ത സമയത്ത് സൂചിപ്പിക്കുന്ന വാക്ക് മുഹമ്മദ് നബിയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം എന്ന രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇപ്പൊ ഭാര്യമാർക്കിടയിൽ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെയൊക്കെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. അവിടെ മാത്രമായില്ല, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണ്. നമ്മളൊരു ടൂറ് പോവുകയാണ് എങ്കിൽ, നമുക്ക് മക്കളുണ്ട് എങ്കിൽ ആ ചെറിയ മക്കളെ ഒഴിവാക്കിയിട്ട് നമ്മൾ രണ്ടുപേരും ഒന്ന് ടൂറ് പോകാം എന്നാരും വിചാരിക്കാറില്ല. ആ ടൂറിനൊരു അർത്ഥം ഉണ്ടാവില്ല. ഇപ്പോ ഈ ഇടയ്ക്ക് ഞാനൊരാൾ സംസാരിച്ചു പറഞ്ഞു, ഇക്കൊല്ലം ടൂറ് പോകുന്നില്ല, എല്ലാ കൊല്ലം നാട്ടിൽ പോയാൽ പോകാറുണ്ട്. എന്തേ? ഇക്കൊല്ലം ആ സമയം മക്കളുടെയൊക്കെ എക്സാമിന്റെ ഒരു സമയമാണ്, അതിന് പറ്റിയൊരു സമയമല്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒഴിവും കഴിവും സൗകര്യവും സാഹചര്യവും കണ്ടിട്ട് നമ്മുടെ യാത്ര ചെയ്യും. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ അസുഖമായിരിക്കുന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ, കുടുംബാംഗങ്ങൾ, അവരെയൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മക്കളെയൊക്കെ നമ്മൾ കൂട്ടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ആദ മരീദൻ ഔ സാറ അഖൻ ലഹു ഫില്ലാഹ്. ഒരാള് ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു സഹോദരനെ, ദൈവികമായ ആദർശാടിസ്ഥാനത്തിലുള്ള തൻ്റെ ഒരു കൂട്ടുകാരനെ ഒരാൾ സന്ദർശിക്കുന്നുവെങ്കിൽ നാദാഹു മുനാദിൻ, മലക്കുകൾ അവന് വേണ്ടി വിളിച്ചു പറയുമെന്നാണ്. അതാണ് നാദാഹു മുനാദിൻ എന്ന് പറഞ്ഞാൽ. എന്താ പറയുന്നത്? ബി അന്തിബ്ത, നിനക്ക് മംഗളം എന്ന് പറയും. പത്താപംശാക്ക്, നിന്റെ പ്രവർത്തനം, നിന്റെ ഈ പ്രവർത്തനം, നിന്റെ ഈ നടത്തം അത് വളരെ നന്നായിരിക്കും. മിനൽ ജന്നത്തി മൻസിലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ നിനക്ക് ഒരു വീട് പണിതിരിക്കുന്നു എന്നാണ്. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യം അവനുണ്ടാവുകയും ആ ഒരു നന്മയിൽ നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെയും നമ്മൾ പങ്കെടുപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. അതേപോലെ തന്നെ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളുടെ ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് എടുത്തു പറയുന്നത് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്നാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഭർത്താക്കന്മാരിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അവരെയൊക്കെ മുത്തക്കിയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളാക്കി നീ മാറ്റുകയും ചെയ്യണമേ തമ്പുരാനെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു സംഗതി, നമ്മുടെയൊക്കെ പരിചരിക്കേണ്ടത് നമ്മുടെ മക്കളാണ്. അപ്പൊ മക്കൾക്ക് നമ്മെ പരിചരിക്കാൻ താല്പര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രായമുള്ള മാതാപിതാക്കൾ, സഹോദരന്മാർ, കുടുംബാംഗങ്ങൾ, അവരെയൊക്കെ സഹായിക്കാനും പരിചരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമൽ, മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പേര് പറയുന്നില്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് പ്രവാചകരെ? ഒന്നാമതായിട്ട് പറഞ്ഞത് അസ്വലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോ ഇപ്പൊ നമുക്കറിയാം, ചില ദിവസങ്ങളിലൊക്കെ തറാവീഹ് ഗൾഫ് രാജ്യങ്ങളിലൊന്നും നടന്നില്ലല്ലോ, പ്രത്യേകിച്ച് കുവൈത്തിൽ. നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അസ്സലാത്തുൽ അവ്വലി വഖ്തിഹ, നമസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നാണ്. പിന്നെ ഏതാണ് പ്രവാചകരെ? ബിർറുൽ വാലിദൈൻ, പ്രവാചകൻ ഉടനെ നൽകിയ മറുപടി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഒക്കെ ചിന്താഗതി വളരെ വ്യത്യസ്തമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ആ ചിന്താഗതികൾക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ പരിഗണിക്കേണ്ടത്, നമുക്ക് ഈ ലോകത്ത് ജന്മം നൽകിയവരാണ് അവർ. അവിടെ പ്രായാധിക്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ അലട്ടുന്നു, അവരുടെ ജീവിതത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അവർക്ക് നിർവഹിച്ചു കൊടുക്കാൻ നാം തയ്യാറാവുക. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് ഹിജ്റ വരുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാനും താല്പര്യമുണ്ട്. അപ്പൊ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിക്കുന്നത്, ഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും നിന്റെ ഒപ്പം ജീവിച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറയുന്നുണ്ട്, രണ്ടുപേരും ഉണ്ട് പ്രവാചകരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇർജിഅ ഇലാ വാലിദൈക വഅഹ്സിൻ സുഹ്ബതഹുമാ എന്നാണ്. നീ അവരിലേക്ക് മടങ്ങുകയും അവരുമായിട്ട് നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുകയും അവരുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കുകയും ചെയ്യുക എന്നാണ്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പറയുന്നു, പ്രവാചകരെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട സമയത്ത് എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടാണ് എന്നെ യാത്രയാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിരിച്ചുപോയി അവരെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുക. അതാണ് ഈ യുദ്ധത്തിൽ നീ പങ്കെടുക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വീടിന്റെ അകത്തുണ്ടായിരിക്കേണ്ട മർമ്മപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളിൽ, ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു. ഈ റമദാൻ കഴിഞ്ഞാലും ഇത്തരത്തിൽ കുടുംബബന്ധം സ്ഥാപിക്കുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇൻഷാ അല്ലാ നാളെ വെള്ളിയാഴ്ച, നാളെ സാജിദ് ആയിരിക്കും ക്ലാസ് എടുക്കുക. അതുപോലെ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണെന്ന് കൈകാര്യം ചെയ്തത് പീഡകത്തിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്നുള്ള മേഖലയിൽ നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ നാസർ മൗലവി നൽകിയിട്ടുള്ള ആഴത്തിൽ ഉൾക്കാഴ്ചയുള്ള കുറെ നിരീക്ഷണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും നമുക്ക് നൽകുകയുണ്ടായി. അത് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ നാളെ ഇതുപോലെ തന്നെ 5 മണിക്ക് സാജിദ് റഹ്മാൻ ഫാറൂഖിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും എന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും, അതോടൊപ്പം തന്നെ ക്ലാസ് എടുത്ത നാസർ മൗലവിക്ക്, അതോടൊപ്പം ഇതിനെ സ്വാഗതം പറഞ്ഞ നമ്മുടെ IT സെക്രട്ടറി അഫ്സൽ അലിക്ക്, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.